എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. 8 ഗാനങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുവാനായി ഈ സ്വരലയം കാനോറോ സ്വരലയം 2018 അതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ശ്രേഷ്ഠ ബാബയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീയേശുനാമം അതിശയനാമം എന്ന ഗാനം കൂടി ഇവിടെ ആലപിക്കുന്നുണ്ട് എന്ന് സന്തോഷത്തോടെ ഏവരെയും അറിയിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നമ്മൾ ഈ സംഗീത നിശയിലേക്ക് പ്രവേശിക്കുകയാണ്. പാസ് ലഭിച്ച ആരെങ്കിലും ഈ ഓഡിറ്റോറിയത്തിന് പുറത്തുണ്ടെങ്കിൽ അവർ എത്രയും വേഗം കടന്നു വരണമെന്ന് കൂടി സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ സംഗീത നിശ കാനോറോ സ്വരലയം 2018 ഇതിൽ ഓർക്കസ്ട്ര വിഭാഗം കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ പ്രവർത്തകരെ ഏറെ സ്നേഹത്തോടെ ഇപ്പോൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യമേറിയ ഒരു കാര്യം കൂടിയാണല്ലോ. നിങ്ങളിത് ആസ്വദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര നാളത്തെ ഒരു പ്രയത്നം കൊണ്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നതെന്ന്. സംഗീതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. സംഗീതത്തിന് അപാരമായ കഴിവുകളുണ്ട്. സംഗീതം മനസ്സിനെ തണുപ്പിക്കുന്നു, മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. ഏത് ടെൻഷനുള്ള സമയത്തും നല്ലൊരു സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ഏകാഗ്രമാകുകയും നമുക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും തരുന്നുണ്ടെന്ന് നമ്മൾക്കറിയാം. ഇപ്പോൾ ഇതാ ഓർക്കസ്ട്രക്കാർ ഇവിടെ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കാനോറോ സ്വരലയം 2018 ഇതിലെ ഗായകന്മാരെയും ഗായികമാരെയും ഇപ്പോൾ ഈ വേദിയിലേക്ക് ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സംഗീതം എന്ന് പറയുന്ന ഒരുപാട് സന്തോഷവും സമാധാനവും തരുന്നതാണ്. ഇപ്പോൾ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. ഒരുപാട് രോഗികൾ, പലതരത്തിലുള്ള രോഗികൾ, ക്യാൻസർ വന്നവർ പോലും മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ഈ മ്യൂസിക് തെറാപ്പിയിൽ വഴി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പലരും അറിഞ്ഞു കാണും. ഇപ്പോൾ ഇവിടെയും സംഗീതം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മ അല്ലെങ്കിൽ സന്തോഷം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഏതാണ്ട് 7 മാസത്തെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ഈ ഓർക്കസ്ട്രയും ഈ പാട്ടുകാരും ഇവിടെ അണിനിരക്കുന്നത്. കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല, കാരണം നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുമാത്രം ഇവർ അധ്വാനിച്ചിരുന്നു എന്നുള്ളത്. ഇവർ കടന്നു വരുമ്പോൾ തന്നെ കാണാം അച്ചടക്കം. സംഗീതത്തിൻ്റെ മറ്റൊരു വിഭാഗമായി നമുക്ക് അച്ചടക്കം എന്ന ഒരു രീതിയെ കാണാം. അച്ചടക്കമില്ലെങ്കിൽ സംഗീതം കൊണ്ട് നേട്ടമില്ല എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഏറെ അച്ചടക്കത്തോടെ അവർ കടന്നു വരികയാണ്. ഇവിടെ ഉദ്ഘാടന ആമുഖ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ബെന്നി ചെറിയാൻ സാറും അതുപോലെ ജോയ് സാറും ചേർന്നാണ് ഈ സംഗീത വിഭാഗം കൈകാര്യം ചെയ്ത് അവരെ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നത്. ഏറെ നാളത്തെ കഠിനമായ പ്രയത്നത്തിന് ശേഷം ഇപ്പോൾ ഈ അസുലഭ നിമിഷം കൈവന്നിരിക്കുകയാണ്. രണ്ടുപേർക്ക് ഒരു സമർപ്പണം കൂടിയാണ്. അത് ഈ പ്രസംഗവേളയിൽ പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തൊമ്മോട്ടേൽ ആശാനും അതുപോലെ നമ്മുടെ പെരുമ്പള്ളി തിരുമേനിക്കും. തൊമ്മോട്ടേൽ ആശാനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹം അന്ധനായിരുന്നു എങ്കിലും കാഴ്ചയില്ലായിരുന്നുവെങ്കിലും ആ അകക്കണ്ണിൻ്റെ ശക്തിയാൽ അദ്ദേഹം ഒരുപാട് പേരെ സൂര്യാനി അഭ്യസിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സംഗീത വിഭാഗത്തിന് ചുക്കാൻ പിടിക്കുന്ന കോഴ്സ് അക്കാഡമിയുടെ ഡയറക്ടറും അതുപോലെ ഇവരെ ചിട്ടപ്പെടുത്തിയതിൽ മെയിൻ ഒരാളുമായ ബെന്നി ചെറിയാൻ സാറിനെ ഏറെ ആദരപൂർവ്വം ഇപ്പോൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, വരി സാർ, നമുക്ക് തുടങ്ങാമല്ലോ. ഓക്കെ.
നമുക്ക് പാട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ദയവ് ചെയ്ത് ഈ പാസേജിലൂടെ ആരും നടക്കരുത് എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ലോർഡ്സ് പ്രയർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതിൻ്റെ സുറിയാനി വേർഷൻ അതോടുകൂടി നമുക്ക് ആരംഭിക്കാം. ആബൂൻ തിബിഷ്മായോ ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് തുടങ്ങിക്കൊണ്ട് ഇപ്പോൾ ആ ഗാനം ഇവിടെ ആരംഭിക്കും. ആബൂൻ തിബിഷ്മായോ. ഈ കയ്യടിക്ക് ശക്തി പോരാ. പ്ലീസ് ഗീവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇതാണ് വേണ്ടത്. ഇവിടെ ഓരോ ഗാനങ്ങൾ ആലപിക്കുമ്പോഴും നിങ്ങൾ കൊടുക്കുന്ന കയ്യടിക്കനുസരിച്ച് അവരുടെ പെർഫോമൻസിൽ വ്യത്യാസം വരും.
അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഏറ്റവും പരമാവധി കൈയടിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അടുത്ത പാട്ടിന് റെഡിയാണല്ലേ? അടുത്ത പാട്ട് കെനോറോയുടെ ഒരു ടൈറ്റിൽ സോങ് ആണ്, ചരാചരങ്ങൾ കൂടെയവനാവും ദൈവമേ. ഈ കെനോറോയുടെ വൈസ് പ്രസിഡന്റ് റവറൻഡ് ഫാദർ KM ജോർജ് വരികൾ എഴുതി നമ്മുടെ പ്രിയങ്കരനായ ബെന്നി ചെറിയാൻ സാർ ഈണം നൽകിയ മനോഹരമായ ഒരു ഗാനം. ഈ ഗാനത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം.
എക്സാക്ട്ലി റൈറ്റ്. ദിസ് ഇസ് വാട്ട് ദേ നീഡ്. കൊള്ളാം, വളരെ മനോഹരമായി എല്ലാവരും കൈയടിച്ചു. അതിൻ്റെ അർത്ഥം നിങ്ങൾ അവർക്ക് ഊർജം പകരുന്നു എന്ന് തന്നെയാണ്. ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. 2004 തോന്നുന്നു, മറൈൻ ഡ്രൈവിൽ കാലം ചെയ്തു പോയ മോർ ആൻഡ് മോർ ഗ്രാജുവേറ്റ് സഖ പ്രഥമൻ പാത്രികസ് ബാബു വന്നപ്പോൾ ബെന്നി ചെറിയാൻ സാറിൻ്റെ നേതൃത്വത്തിൽ വാഴട്ടെ വാഴട്ടെ നീളാളെന്നും വാഴട്ടെ, അന്ത്യോക്യ മലങ്കര ബന്ധം നീളാളെന്നും വാഴട്ടെ എന്ന മനോഹരമായ ഗാനം ആലപിച്ചപ്പോൾ അവിടെ നിന്ന് ശരിക്കും രോമം എഴുന്നേറ്റ് വന്ന ഒരു പ്രതീതി. അതാ പ്രതീതി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നിപ്പോഴും ഉണ്ടായി. ശരിക്കും കൊടുക്കാം നല്ലൊരു കൈയടി ഒരിക്കൽ കൂടി നമുക്ക്. നമ്മളിനി മൂന്നാമത്തെ ഗാനത്തിലേക്ക് പോവുകയാണ്. സോദരരെ കേൾപ്പിൻ. വിശുദ്ധ കുർബാന പരസ്യമായി തുടങ്ങുന്നതിന് മുമ്പ് കുർബാനയ്ക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഉള്ള ഗാനം പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി ആലപിച്ച് ശ്രീ കെ എ ബേബി ട്യൂൺ ചെയ്ത ഗാനം. ഇത് ഒരു ഹാർമണി, അതായത് ചേരേണ്ടതായ എല്ലാ സ്വരങ്ങളെയും ചേർത്തുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ പാർട്സ് ആയി പാടുന്ന മനോഹരമായ ഗാനം സോദരരെ കേൾപ്പിൻ. ഈ ഗാനത്തിനായി നമുക്കിപ്പോൾ കാതുറക്കാം. Marti
ആ കയ്യടി കേൾക്കുമ്പോൾ ഇവരുടെ മുഖത്തുള്ള സന്തോഷം തന്നെ അത് സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കും ഇഷ്ടമായി, അത് അവർക്കും ഏറെ സന്തോഷം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അടുത്തതായി ഒരു ഊശാന പ്രദക്ഷിണ ഗാനമാണ്. ഒരു സിറിയക് രീതിയിൽ തന്നെ അതിൻ്റെ തനത് ശൈലി നഷ്ടപ്പെടാതെ. നമ്മൾ ഇവിടെ അങ്ങനെ ആലപിച്ചിട്ടില്ല എന്നാണ് അത് അറിയുന്നത്. സിറിയക് സ്റ്റൈലിൽ അപ്രേം തിരുമേനി ഇവിടെ ഇവർക്കെല്ലാവർക്കും അതൊന്ന് പഠിപ്പിച്ചു. അതിന് ഓർക്കസ്ട്രേഷൻ നൽകി ബെന്യജിരൻ സാറും അതുപോലെ ടീമും അത് മനോഹരമായി ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കും. ഊശാന പ്രദക്ഷിണ ഗാനം അത് സൂര്യാനയിലാണ് അത് ആലപിക്കുന്നത്. നമുക്ക് ആ ഗാനത്തിനെ കാതോർക്കാം.
വളരെ മനോഹരമായി തന്നെ അത് പാടിയിരിക്കുന്നു. എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചം. അടുത്തതായി നമ്മൾ ഇവിടെ പാടാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭൂസ്വർഗം പേറുന്നോനെ എന്ന ആ ഗാനം. മാതാവിനുള്ള മധ്യസ്ഥ ആ സമയത്ത് നമ്മളെല്ലാവരും ചേർന്ന് പാടുന്ന ആ ഗാനം. പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി മലയാളത്തിൽ പണ്ഡിതനും അധ്യാപകനുമായിരുന്നു. സംഗീതത്തിൽ അതീവ താല്പര്യനായിരുന്നു. ആദ്യം അത് സൂചിപ്പിക്കുകയുണ്ടായി. പെരുമ്പള്ളി തിരുമേനി എഴുതി ശ്രീ കെ എ ബേബി ഈണം നൽകിയ ഭൂസ്വർഗം പേറുന്നോനെ എന്ന ആ ഗാനം. നമ്മൾ എല്ലാവരും മെഴുകുതിരി പിടിച്ചു നിൽക്കുമ്പോൾ ആ മെഴുകുതിരി ഉരുകുന്നത് പോലെ പലരും കരയുന്നതൊക്കെ നമുക്ക് കാണാം. മനസ്സിനെ അത്ര ഏകാഗ്രമാക്കിക്കൊണ്ടുള്ള മനോഹരമായ ഗാനം. നമ്മുടെ മനസ്സ് മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകി ഏറ്റവും തീവ്രമായ പ്രാർത്ഥനയുടെ ആ പ്രതലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ആ ഗാനം. ഇപ്പോൾ ഭൂസ്വർഗം പേർന്നോനെ എന്ന ഗാനം ഈ ടീം ഇവിടെ അവതരിപ്പിക്കും. Hallelujah.
എത്ര മനോഹരമായിട്ട് അവർ പാടി. അതിന് ഏറ്റവും ഊർജം പകർന്നുകൊണ്ട് നിങ്ങൾ കൈമടിച്ചു. വളരെ മനോഹരമായ ഗാനം. അടുത്തതായി ശ്രീയേശു നാമം അതിശയനാമം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സുവിശേഷ ഗാനം. എത്രയോ വർഷങ്ങളായിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിലെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കേട്ടുപഠിച്ചൊരു ഗാനം. അതാർക്കും ഒരു ലിറിക്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെയോ ആവശ്യം തന്നെ ഇല്ല. എല്ലാവർക്കും അതിൻ്റെ എല്ലാ ലിറിക്സും കാണാപ്പാടമാണ്. അത് അടുത്തത് നമുക്ക് ആ ഗാനം ആലപിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശ്രേഷ്ഠ ബാവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം അന്തിമോസ് തിരുമേനി ട്യൂൺ എഴുതി ചെയ്തിറക്കിയ ഒരു CD-യിൽ ബാവ പാട്ട് തുടങ്ങി വയ്ക്കുന്നുണ്ട്. കുരിശുമായി നാഥൻ എന്നാണ് ആ CD-യുടെ പേര്. അതിലും ശ്രേഷ്ഠ ബാവ ആ പാട്ട് തുടങ്ങി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഗാനം ആലപിക്കുന്നു. ബാവ ആ പാട്ട് ശ്രീ യേശുനാമം അതിശയനാമം പാടി തുടങ്ങിക്കൊണ്ട് അതിൻ്റെ ഒപ്പം ഓർക്കസ്ട്ര ചേരുന്നു. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം ശ്രീയേശുനാമം
വീണ്ടും മികച്ച കയ്യടി. അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെ നന്നായി പാടി എന്ന് തന്നെയാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ എക്സലന്റ്, വളരെ നന്നായിരുന്നു. ആ പാട്ടിൻ്റെ തനത് ശൈലിയിൽ നിന്നും മാറാതെ അല്ലേ, എന്നാൽ അത് വേറൊരു റൂട്ട് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്, പിച്ച് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മനോഹരമായ രീതിയിൽ ശ്രീ ബെന്നി ചിരൻ സാറിൻ്റെ നേതൃത്വത്തിൽ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഇനി തിരുമേനി, നമ്മുടെ അന്തിമോസ് തിരുമേനി കൂടി പാടുന്ന ഒരു പാട്ട്. ഇത് നമ്മുടെ അന്തിമോസ് തിരുമേനി പാടുന്നു എന്നുള്ളതല്ല, അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത. അന്തിമോസ് തിരുമേനി എഴുതി ട്യൂൺ ചെയ്ത ഒരു ഗാനം എന്ന ഒരു സവിശേഷത കൂടി ഈ ഗാനത്തിനുണ്ട്. വേറെ ടെക്നിക്കൽ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ആ ലൈറ്റ് ഒന്ന് ഇടാമോ? എനിക്ക് ഓഡിയൻസിന്റെ മുഖം ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഓഡിയൻസിന്റെ മുഖം കണ്ടുകൊണ്ട് സംസാരിക്കും, കാരണം ഇത് ഭയങ്കര ഇരുട്ടാണ്. ലൈറ്റുകൾ ഒന്നൊന്നായി തെളിഞ്ഞു വരുന്നു. കൊള്ളാം. പാലളി തൂകിയ പാതിര നേരത്തെന്നൊരു പാട്ട് കിട്ടുന്നു, അതുപോലെ വളരെ മന്ദസ്മിതരായിട്ട് എല്ലാവരും ഇരിക്കുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ ഈ സംഗീത നിശ ഏറ്റവും മനോഹരമായി ആസ്വദിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. അതാണ് ഈ കയ്യടി സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അന്തിമോസ് തിരുമേനി എഴുതി ട്യൂൺ ചെയ്ത ദൈവത്തിൽ നാമത്തിൽ നാം ഒന്നായി ആരാധിക്കാം തിരുമേനി പാടുന്നു, ഒപ്പം തന്നെ കൊയർ മെമ്പേഴ്സും ചേർന്ന് പാടുന്നു. നമുക്ക് ഈ ഗാനത്തിന് വേണ്ടി കാതോർക്കാം.
കരുതുവാൻ താഴ്മയിൻ മനസ്സികളെ വീണ്ടും മികച്ച കയ്യടി. അന്തിമസ്ത്രീമേനിക്ക് പ്രത്യേകം നന്ദി. തീർച്ചയായിട്ടും ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നു. പലപ്പോഴും പല സഭകളുടെയും സിംഫണികൾ ഞാൻ കേട്ടിട്ടുണ്ട്, 4 പാർട്ട് സിംഫണി. ഇന്ന് ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ വലിയ ഒരു ആഗ്രഹം, തമ്പുച്ചേൻ്റെ ഒരു ആഗ്രഹം, അത് അപ്രിയം തിരുമേനിലൂടെ ഇന്ന് കേനോറോയിലൂടെ, ബെന്നിച്ചേനിലൂടെ, ജോയ് സാറിലൂടെ എല്ലാം നിറവേറുമ്പോൾ തീർച്ചയായിട്ടും ഇത് സഭയ്ക്ക് അഭിമാനം. നിങ്ങളെല്ലാവരും ഈ ഒരു സംരംഭം നമ്മുടെ സഭയ്ക്ക് ഒരു പുത്തനുണർവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ തുടർന്നും നമുക്ക് ഈ ഒരു ഗാനസന്ധികൾ ഈ സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ആസ്വദിക്കുവാനും, അതോടൊപ്പം തന്നെ ജെറി അമൽദേവ് സാർ പറഞ്ഞതുപോലെ സഭയുടെ മഹത്വം, ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ്, അതൊരിക്കൽ കൂടി നമുക്ക് പ്രതിജ്ഞ എടുക്കാം. അതിനായിട്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുമേനിക്ക് ഒരിക്കൽ കൂടി നന്ദി. പാടിയവർക്ക് പ്രത്യേകിച്ച് വീണ്ടും നന്ദി. ഞാനിപ്പോൾ ബെന്നി ചെറിയ സാറിനോട് ഒരു സ്വകാര്യം പോലെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒരു പക്ഷേ. എനിക്ക് വാട്സാപ്പിലും അതുപോലെ 1-2 കോളുകളും വന്നു, വാട്സാപ്പിൽ മെസ്സേജും വന്നു. മറ്റൊന്നുമല്ല, ആ ഭൂസ്വർഗം പേറുന്നവനെ എന്നുള്ള ഗാനം ഒന്നുകൂടി ആലപിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതാണ് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതുകൊണ്ടാണ് കൂടുതൽ കയ്യടി വരുന്നത്. ഞാനത് ഒരു പ്രാവശ്യം കൂടി പാടാൻ പറ്റുമോ എന്ന് ബെന്നി ചെറിയൻ സാറിനോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ സാർ അത് സമ്മതിച്ചു. എല്ലാവർക്കും അറിയാവുന്ന ഗാനമായതുകൊണ്ട് എല്ലാവരും ചേർന്ന് ആ പാട്ട് പാടാം. ആ 4 പാർട്സ് ഏറ്റവും നല്ല സിംഫണി സ്റ്റൈലിൽ അവതരിപ്പിക്കുന്ന ഭൂസ്വർഗം പേറുന്നവനെ എന്നുള്ള ഗാനം സാധാരണ പാടുന്ന പോലെ എല്ലാവരും പാടിയാൽ മതി എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു.
ശ്രോതാക്കൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ രണ്ടാമത് പാടിയപ്പോഴും വീണ്ടും മനോഹരമായ കൈയടി. നിങ്ങൾക്ക് ശരിക്കും ആഹ്ലാദിക്കാവുന്ന നിമിഷങ്ങൾ പാട്ടുകാർക്കും ഓർക്കസ്ട്രക്കാർക്കും ഇത് ചിട്ടപ്പെടുത്തിയ ബെന്നി ചിരൻ സാറിനും ജോയ് സാറിനും എല്ലാം ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കാവുന്ന നിമിഷങ്ങൾ ആയി ഇത് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ കെനോറോ സ്വരലയം 2018 എന്ന ഈ പരിപാടിയെക്കുറിച്ച് രണ്ട് വാക്കുകൂടി സംസാരിക്കാനായിട്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞ അപ്രേം തിരുമേനി ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ അവസരം ഈ സിംഫണി അതിൻ്റെ ട്രെയിനിങ്ങിനെല്ലാം നമ്മളെ സഹായിച്ച നൽകിയ കെനോറോയുടെ ഡയറക്ടർ ശ്രീ ബെന്നി ചെറിയാനെ ആദരിക്കുവാൻ വേണ്ടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 7 മാസത്തെ പരിശീലനവും കൊണ്ടാണ് പാടുന്ന എല്ലാവർക്കും ഒത്തിരി വർക്കുണ്ട്. അതിലെല്ലാം അവരുടെ ജീവിത ബിസി ഷെഡ്യൂളിൽ നിന്ന് സമയമെടുത്താണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശീലനങ്ങളും ചെയ്ത ബെന്നി സാറിനെ, നമ്മുടെ സഭയുടെ അഭിമാനമായ, അദ്ദേഹം അച്ഛനാവാനായിട്ട് ചെറുപ്പത്തിൽ മദ്ബായിൽ കയറിയതാണ്. എന്നാൽ അദ്ദേഹത്തിന് വേറൊരു നിയോഗമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം നൽകിയിട്ടുണ്ട്. അതിലും കയറാനായിട്ട് കാരണവന്മാർ നിർബന്ധിച്ചാണ്. പക്ഷേ അദ്ദേഹം അമ്മ പറഞ്ഞു താഴേന്ന് പാടിയാൽ മതിയെന്ന്. അതുകൊണ്ട് അത് നമുക്ക് സഭയ്ക്ക് പ്രയോജനപ്പെട്ടു. ഒത്തിരി ട്യൂണുകൾ ചെയ്തു. ഇനിയും അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പെങ്ങളൊക്കെ അയർലൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം അയർലൻഡിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഒരു ചെറിയ ഉപകാരം നൽകി ആദരിക്കും. പൊന്നാട നൽകി അപ്രേം തിരുമേനി ആദരിക്കുന്നു. ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടന്റെ ഡയറക്ട് എക്സാം സെന്റർ അദ്ദേഹത്തിന്റെ കോഴ്സ് അക്കാഡമി നേടിയിരിക്കുന്നു. 15 വർഷം മുമ്പ് അദ്ദേഹത്തിന് അവർ ക്ഷണപ്രകാരം ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ അദ്ദേഹത്തിന് പോകാനുള്ള ഒരു അവസരവും കൂടി കിട്ടി. സഭയുടെ അഭിമാനം എന്നല്ലാതെ എന്ത് പറയാൻ ശ്രീ ബെന്നി ചിരൻ സാറിന്. അടുത്തതായിട്ട് ഒരു ഉപഹാരം കൂടി സമർപ്പിക്കുവാനുണ്ട്. തോമസ് ജോയ് എന്നറിയപ്പെടുന്ന ജോയ് സാർ റിട്ടയർഡ് AXC KSB ആയിരുന്നു, കോതമംഗലംകാരൻ. അദ്ദേഹം മുൻപ് ഗാനമേള കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം 27 വർഷമായിട്ട് കോതമംഗലം ചെറിയ പള്ളിയിൽ ഗായക സംഘം ചിട്ടപ്പെടുത്തുന്നു. അനേകം ഇതുപോലെയുള്ള സിംഫണി ഓർക്കസ്ട്രകൾ കണ്ടക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിനും ഇപ്പോൾ ഉപഹാരം നൽകുവാനായി അപ്രേം തിരുമേനി ക്ഷണിക്കുന്നു. യാക്കോബായ സഭയുടെ അഭിമാനങ്ങളായ 2 പേർ ഈ വേദിയിൽ നിൽക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണ്, എത്ര സന്തോഷം തരുന്ന കാഴ്ച. അദ്ദേഹം വളരെ ചിട്ടയുള്ള ആളാണ്, എന്നാൽ ഭയങ്കര ലാളിത്യമുള്ള ആളാണ് ജോയ് സാർ. ചൂടാവേണ്ടടുത്ത് ചൂടാവുകയും എന്നാൽ ലാളിത്യം കണ്ടുകിടത്ത് ലാളിത്യം കടക്കി ചെയ്യുന്ന ഒരു വ്യക്തി. അപ്രേം തിരുമേനിക്ക് നന്ദി. ഇനി ഒരൊറ്റ ഗാനം മാത്രമേ ഈ സ്റ്റേജിൽ അവശേഷിക്കുന്നുള്ളൂ. ആരും ദയവ് ചെയ്ത് പോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇസ്രായേലിൻ ദൈവം സ്തുതികളിൻ ദൈവം, അതായത് 1999 പുത്തൻകുരിശ് കൺവെൻഷനിൽ, ആ കൺവെൻഷന് വേണ്ടി ഈ കെനോറോയുടെ വൈസ് പ്രസിഡന്റ് KM ജോർജ് അച്ഛൻ എഴുതി ശ്രീ ബെന്നി ചെറിയാൻ സാറ് ഈണമിട്ട മനോഹരമായ ഗാനം. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് പരിശുദ്ധ യാക്കോബായ സഭയുടെ സ്വന്തം ഗാനം എന്ന് പറയാം. ആ ഗാനം ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ ഗാന ദൈവം സ്തുതികളിൻ ദൈവം. ഈ പാടാൻ വന്ന ഗായകർക്ക് ഒരു നന്ദി വാക്ക് പറയാതെ വിടുന്നത് ഉചിതമല്ലാത്തൊന്ന് തോന്നിക്കൊണ്ടാണ് പറയുന്നത്. മലങ്കരയുടെ പല ഭാഗത്തുനിന്ന്, കോഴിക്കോട്, കൊച്ചി, കോട്ടയം, ഇടുക്കി തുടങ്ങിയ ഭദ്രാസനങ്ങളിൽ നിന്നും പാടാൻ വന്ന സഭയുടെ അഭിമാനമായ ഗായകരാണ് ഈ നിൽക്കുന്നത്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇവരെല്ലാം ഒത്തിരി സഹകരിച്ചു. ഇതിനോടൊപ്പം എന്നോട് സഹകരിച്ച ജോയ് സാറ്, സെൻട്രൽ കമ്മിറ്റി അംഗം അജി പോൾ സാറ്, അദ്ദേഹം ഗായകനും സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. കൈപൊക്കിക്കേ സാറ്. തൻ്റെ ബിസിനസ്സിൻ്റെ ഇടവേളകളിൽ മാത്രമല്ല
സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ഓടിയെത്തി സഹകരിക്കുകയും രാവും പകലും ഇതിനോട് സഹകരിക്കും. സംഗീതത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ അജി ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്കമാലിക്കാർക്ക് സുപരിചിതരായിരിക്കും. എവിടെ സംഗീതമുണ്ടോ അവിടെ അദ്ദേഹം ഓടിയെത്തും. നമുക്ക് സഭയ്ക്ക് തന്നെ നേട്ടമാണ് അദ്ദേഹം. അതിൽ ജോയി സാറ്, കോതമംഗലം ചെറിയ പള്ളിയിലെ ഗായക സംഘം നേതൃത്വം കൊടുക്കുന്ന ജോയി സാറ് നമുക്ക് സഭയ്ക്ക് നേട്ടം തന്നെയാണ്. അടുത്ത ഈ ഓർക്കസ്ട്രയിലെ അങ്കമാലിയിൽ നിന്ന് വന്ന ബേസിൽ, കരിങ്ങാച്ചിറപ്പള്ളിയിൽ നിന്ന് ടിനു, ഇവരെല്ലാം ട്രിനിറ്റി കോളേജിൻ്റെ 8th ഗ്രേഡ് ഹോൾഡേഴ്സാണ്. സഭയ്ക്ക് എല്ലാം കൊണ്ടും അഭിമാനിക്കാവുന്നതാണ്. നേട്ടം തന്നെയാണ് ഇവർ. പിന്നെ ഓർക്കസ്ട്ര അധികവും എൻ്റെ ശിഷ്യന്മാരും എൻ്റെ അക്കാഡമിയിലെ ടീച്ചേഴ്സുമാണ്. പിന്നെ വിശ്വനാഥൻ, ഇദ്ദേഹം ട്രിനിറ്റി കോളേജിൻ്റെ 8th ഗ്രേഡ് വയലിൻ പാസ്സായതാണ്. ഇപ്പോൾ ടീച്ചറാണ്, നല്ലൊരു പെർഫോമറാണ്. ഒത്തിരി വേദികളിൽ ഇപ്പോൾ അദ്ദേഹം വയലിൻ പെർഫോമൻസ് നടത്തുന്നു. അത് നിങ്ങൾക്കെല്ലാം ചിലർ കണ്ടു കാണും, ഞാൻ പറയാതെ തന്നെ. അദ്ദേഹവും ഇതിനോട് ആത്മാർത്ഥമായി സഹകരിച്ചു. ഇനി ഈ കീബോർഡ് വായിച്ചവർ ബേസിലായി, അദ്ദേഹം കുറുപ്പുംപടി പള്ളിയിൽ നിന്ന് വന്നാണ്. നിങ്ങൾക്കറിയാലോ, ഈ ഓരോ പ്രാക്ടീസിനും അവിടെ നിന്ന് വരുക എന്നുള്ള കഷ്ടപ്പാട്. ഇനി 2 പേര് കീബോർഡ് വായിക്കാൻ ട്വിൻസാണ്. എൻ്റെ ഇടം കൈയും വലം കൈയാണ്. മുളന്തുത്തി പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളും വന്ന് സഹകരിക്കുകയും എന്നോട് ഒത്ത് സഹായിക്കുകയും ചെയ്യുന്ന ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ചെറുപ്പം തൊട്ട് എനിക്ക് കിട്ടിയതാണ്. ഈ കുരുന്നുകളെ വളർത്തിയെടുക്കാൻ കിട്ടിയ അവസരത്തിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ ഗായകരുടെ മാതാപിതാക്കൾക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അവരുടെ ആ കരുതലും സ്നേഹവും അനുവാദമില്ലെങ്കിൽ ഈ വേദിയിൽ അവർക്ക് നിൽക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കെനോറോൻ്റെ അവസാനത്തെ ഗാനത്തിലേക്ക് കടക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സുവിശേഷ പന്തലിൽ എല്ലാവരും മനസ്സിൽ കടന്നു വന്ന ഒരു മനോഹരമായ ഗാനം ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കെനോറോ സ്വരലയം ഇവിടെ അവസാനിക്കുന്നു. ഇതൊരു പ്രത്യേക അറിയിപ്പാണ്. ഈ ഇപ്പോൾ നടക്കുന്ന പ്രോഗ്രാം നമ്മുടെ സഭയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ചാനലായ JSC ന്യൂസിലും പെരുമ്പാവൂർ മേഖലയുടെ ഒഫീഷ്യൽ ചാനലായ കൊയിനോണിയ വിഷനിലും ഇത് ലൈവായിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, ഇത് ഇനിയും കാണണമെന്നുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കാണാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതാണെന്ന് എന്ന സ്നേഹപുരസ്സരം എല്ലാവരെയും അറിയിക്കുകയാണ്. ഹലോ 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 സർവശക്തനവൻ ദൈവം പാപവിമോചിതരേ പരമേ കീർത്തിക്കാൻ സ്തോത്രം പാടിടാം ഇസ്രായേലിൻ ദൈവം സ്തുതികളിൻ ദൈവം അവനുള്ളവനാം ദൈവം സർവശക്തനവൻ ദൈവം ജനതയ്ക്കായി മരുഭൂമിയതിൽ മന്നയേകിയവൻ വേഗമായി അഗ്നിസ്തംഭമായി
വൈരികളിൻ മുൻപിൽ വിജയം നൽകിയവൻ, ആഴികളിൻ നടുവിൽ പാതയൊരുക്കിയവൻ, വൈരികളിൻ മുൻപിൽ വിജയം നൽകിയവൻ, ആഴികളിൻ നടുവിൽ പാതയൊരുക്കിയവൻ, ഇസ്രായേലിൻ ദൈവം, സ്തുതികളിൻ ദൈവം, അവനുള്ളവനാം ദൈവം, സർവശക്തനവൻ ദൈവം. കൈപ്പേറിയതാം മാറയതിൻ ജലം മധുരമാക്കിയവൻ, ശക്തമാം തൻ ഭുജങ്ങളാൽ ചാരയിരുന്നവൻ, കൈപ്പേറിയതാം മാറയതിൻ ജലം മധുരമാക്കിയവൻ, ശക്തമാം തൻ ഭുജങ്ങളാൽ ചാരയിരുന്നവൻ, കൊടുക്കരമതിനാ സൗഖ്യം നൽകിയവൻ, തൻ തിരുവചനമതാ സാന്ത്വനമേകിയവൻ, കൊടുക്കരമതിനാ സൗഖ്യം നൽകിയവൻ, തൻ തിരുവചനമതാ സാന്ത്വനമേകിയവൻ, ഇസ്രായേലിൻ ദൈവം, സ്തുതികളിൻ ദൈവം, അവനുള്ളവനാം ദൈവം, സർവശക്തനവൻ ദൈവം, പാപവിമോചിതരേ പരനെ കീർത്തിക്കാം, ജീവിതസാക്ഷിയുമാം സ്തോത്രം പാടിടാം, ഇസ്രായേലിൻ ദൈവം, സ്തുതികളിൻ ദൈവം, അവനുള്ളവനാം ദൈവം, സർവശക്തനവൻ ദൈവം. ഈ കയ്യടിയിലും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഏറ്റവും മനോഹരമായി അത് വീണ്ടും നിങ്ങൾ പാടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കും നന്ദി, എല്ലാവർക്കും നന്ദി.